ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവചനം കേൾപ്പാൻ ഒക്കെ കർത്താവ് നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് പരിഹരിച്ചു തരേണ്ടതിന് നമുക്ക് പ്രതീക്ഷയോടെ തിരുവചനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ ബൈബിൾ തുറന്ന് സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 78-ാം സങ്കീർത്തനം 70, 71, 72 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ബൈബിൾ തുറന്ന് ദൈവവചനത്തോടുള്ള ആദര സൂചകമായി ആ വാക്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷയോടെ കർത്തൃസന്നിധാനത്തിൽ ഞാൻ വായിക്കുമ്പോൾ ചേർന്ന് വായിക്കുമോ ശ്രദ്ധിക്കുകയോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. 78-ാം സങ്കീർത്തനം 70 മുതൽ 72 വരെ വായിക്കുകയാണ്. ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് ദൈവം അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്ത് ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെ തൻ്റെ അവകാശമായ ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് ദൈവം അവനെ തള്ളയാടുകളുടെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. 78-ാം സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ഉള്ളടക്കം കൊണ്ടും വാക്യങ്ങൾ കൊണ്ടും മറ്റിതര സങ്കീർത്തനങ്ങളെ പോലെ ഒരു വലിയ സങ്കീർത്തനമാണ്. മറ്റ് സങ്കീർത്തനങ്ങളെക്കാൾ വലിയ സങ്കീർത്തനമാണ് 78-ാം സങ്കീർത്തനം. 78-ാം സങ്കീർത്തനം ഒരു ഉപദേശമാണെന്ന് തലക്കെട്ടിൽ ധ്യാനം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും വായനയിൽ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് ആസാഫ് തൻ്റെ ശ്രോതാക്കളോട് അല്ലെങ്കിൽ അനുവാചകരോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആദ്യത്തെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു, എന്തോ ഉപദേശിക്കാൻ വേണ്ടി പോകുകയാണ്. 78-ാം സങ്കീർത്തനം ഒരു ഉപദേശമാണ്. വാമൊഴികൾ ഉപദേശമായി ജനത്തിന് പങ്കുവെച്ചു കൊടുക്കുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ്. ആദ്യത്തെ 8 വാക്യങ്ങൾ വായിച്ചാൽ എന്തിനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ 8 വാക്യങ്ങൾ വായിച്ച് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനം പഠിച്ച് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 8 വാക്യങ്ങൾ വായിച്ചാൽ ഏറെക്കുറെ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. താഴത്തേക്ക് 8-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നത്, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തതയുള്ള ഒരു തലമുറയായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. വരാനിരിക്കുന്ന തലമുറ, പിതാക്കന്മാരായിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ചു. അങ്ങനെ മറുതലിക്കുകയും ശാഠ്യം പിടിക്കുകയും മത്സരിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവത്തോട് അവിശ്വസ്തരായി തീർന്നു. അങ്ങനെ ഒരു തലമുറ ഉണ്ടാകാതിരിക്കട്ടെ എന്നോർത്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഉപദേശത്തിന് ആത്മീകത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആത്മീകരുടെ ഇടയിൽ വളരെ പ്രാധാന്യതയുണ്ട്. 2 തരത്തിലാണ് പുതിയ നിയമത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രസംഗങ്ങളുമുണ്ട്, ഉപദേശമുണ്ട്. വേദ പഠിതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് പ്രസംഗം നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരാത്മീക യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉജ്ജ്വലനായൊരു പ്രഭാഷകൻ വേദപുസ്തകത്തിൻ്റെ വാക്യമെടുത്ത് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ജീവിതത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ, പരിശുദ്ധാത്മാവ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഒരു ഉണർവുണ്ടാകുമെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. എത്രയോ യോഗങ്ങളിൽ മനസ്സ് മടുത്ത്, ഹൃദയം തകർന്ന്, വീട്ടിൽ ഒറ്റപ്പെട്ട്, ജീവിതം പോലും വേണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുമ്പോൾ അന്ന് പ്രസംഗിച്ച പ്രഭാഷകൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ശക്തമായി ജീവിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നിരാശ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച്, കൈത്താങ്ങൾ തരുന്ന ദൈവത്തെക്കുറിച്ച്, സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ച്, എല്ലാവരും ഒറ്റപ്പെട്ടാലും യോസേപ്പിനെ ഉയർത്തിയതുപോലെ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ മരിക്കണ്ടെന്ന് വരെ തീരുമാനിച്ചവർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. മരിക്കാൻ വേണ്ടി ദിവസങ്ങൾ തീരുമാനിച്ച് മരണക്കുറിപ്പ് എഴുതിയവർ ഒറ്റ പ്രസംഗം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രസംഗം ഭയങ്കരമാണ്. പ്രസംഗത്തിന് ആളുകളെ ഉണർത്താൻ കഴിയും. എന്നാൽ ഉപദേശം അടുത്തതാണ്. ഉപദേശം എന്തിനെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നമ്മളെ ഉണർത്തിയതെന്ന് ബോധ്യപ്പെടുത്താനാണ് ഉപദേശിക്കുന്നത്. ഈ രണ്ടും നിങ്ങൾ തിരിച്ചറിയണം. എന്നും പ്രസംഗം മാത്രമാണ് നമുക്ക് ദഹിക്കുന്നുള്ളെങ്കിൽ നമ്മളിങ്ങനെ സ്പ്രിങ്ങിൽ നിന്ന് ഉണർന്നുണർന്നങ്ങ് ഇരിക്കുകയുള്ളൂ.
എന്തിനാ ഉണർത്തിയെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യോഗം കഴിയുമ്പോൾ നമുക്ക് പിടികിട്ടുകയില്ല. ഉപദേശം കൂടി നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്, പാപച്ചേറ്റിൽ കിടന്ന എന്നെ പാറമേൽ നിർത്തിയത് എന്തിനാണ്? സ്തോത്രം. എൻ്റെ വീട്ടിലെല്ലാവരും ഇന്നും ഈ മാർഗത്തെ തെറ്റിദ്ധരിക്കുമ്പോൾ എനിക്ക് വിവേകം തന്നത് എന്തിനാണ്? എൻ്റെ കർത്താവ് എന്നെ ചോര കൊണ്ട് വീണ്ടെടുത്തത് എന്തിനാണ്? എന്നോട് ഈ സ്തോത്രം അശുദ്ധമായതൊന്നും തുടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ട് ഇരിപ്പീരെന്ന് പറഞ്ഞത് എന്തിനാണ്? എന്നെ എന്തിനാണ് ദൈവം വീണ്ടെടുത്തത്? എനിക്ക് എന്തിനാണ് സമാധാനം തന്നത്? എന്നെ എന്തിനാണ് ഈ വഴിക്ക് കൊണ്ടുവന്നത്? എല്ലാവരേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തിനാണ്? മറ്റെല്ലാ പരിപാടി മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ തരുന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരെയും എഴുന്നേൽപ്പിച്ചത് എന്തിനാണ് എന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഉപദേശങ്ങൾ നമ്മൾ കൈക്കൊള്ളാനിടയാകണം. ഈ സ്തോത്രം ആത്മീകരുടെ ഇടയിൽ പോലും പൗലോസിൻ്റെ എഴുത്തനുസരിച്ച് എല്ലാവർക്കും ഉപദേശം കൈക്കൊള്ളാൻ താല്പര്യമില്ലെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 2:14 1 കൊരിന്ത്യർ ഞാൻ വായിച്ചേൽപ്പിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. പ്രസംഗം ഇഷ്ടമാണ്, ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ്. സ്തോത്രം. ചിലരുടെ പ്രസംഗം ഒത്തിരി ഇഷ്ടമാണ്, അത് തച്ചിനിരുന്ന് കേൾക്കും. അല്ലെങ്കിൽ അവർ പ്രസംഗിക്കാൻ വരുന്നുണ്ടെങ്കിൽ വണ്ടി വിളിച്ച് പോയി കേൾക്കും. പ്രസംഗം ഇഷ്ടമാണ്. പക്ഷേ ഈ വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, പ്രസംഗം മാത്രമല്ല ഇതിനകത്തുള്ളത്, ഉപദേശമുണ്ട്. ഉപദേശം എല്ലാവർക്കും ഇഷ്ടമല്ല. അവിടെ എഴുതിയിരിക്കുന്നു പ്രാകൃത മനുഷ്യൻ. ആത്മീകരുടെ ഇടയിൽ 3 കൂട്ടരാണുള്ളത്, പ്രാകൃതര്, ആത്മീകര്, ജഡീകര്. ഇതിൽ പ്രാകൃതരായിരിക്കുന്ന മനുഷ്യൻ, അവനോട് ഉപദേശിക്കാൻ പറ്റിയാൽ ഉപദേശം ഇഷ്ടമല്ല, അവർക്കത് ഭോഷത്വമായി തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഭോഷത്വമായി തോന്നുന്നു. റോമാലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, ഉപദേശത്തെ പരാമർശിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യം ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാൻ കേട്ടോ. 6-ാം അധ്യായത്തിൻ്റെ 17-18, റോമാലേഖനം 6-ാം അധ്യായം 17-18. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപദേശം എത്രത്തോളം നമ്മളെ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിനകത്ത് ഈ വാക്യത്തിൽ പറയുന്നത്, നേരത്തെ നമ്മൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, പക്ഷെ നിങ്ങളെ പഠിപ്പിച്ച, ഉപദേശം പ്രസംഗിക്കുകയല്ല, ഉപദേശം പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എഴുതിയിരിക്കുന്നുണ്ടോ? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം പഠിപ്പിക്കുക. സ്തോത്രം. അതിന് അവസരം കൊടുക്കണം. സുവിശേഷം പ്രസംഗിക്കുകയാണ്, ഉപദേശം പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ നോക്കിയോളണം. നമ്മൾ രക്ഷപ്പെടാത്ത എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ പരിഹാരമാണ് ഈ ആമുഖത്തിൽ ഞാൻ പറയുന്നത്. പ്രസംഗം നമ്മളെ ഉണർത്തും, അത് നമ്മളോട് പ്രസംഗിക്കും, എന്നാൽ ഉപദേശം പഠിപ്പിക്കും. സ്തോത്രം. ആ പഠിപ്പിക്കുമ്പോൾ എന്താ ഗുണം? പൗലോസ് പറയുന്നു, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചു. ഇതാണ് സത്യം, ഇതാണ് ശരി, ഇതാണ് മാർഗം, ഇതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്ന കാര്യം പഠിപ്പിച്ചപ്പോൾ അത് ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട് എന്തായി മാറി? നിങ്ങൾ നീതിക്ക് ദാസന്മാരായിത്തീർന്നു. ആയിത്തീരുക എന്നൊരു പദം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 5 വർഷമായി പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ആയി തീർന്നില്ലെങ്കിൽ ഓർത്തോരണം, ഇനി ആയിത്തീരണമെങ്കിൽ ഉപദേശം കേൾക്കാൻ തുടങ്ങണം, ഉപദേശം പഠിപ്പിക്കണം, ഉപദേശം സ്വീകരിക്കണം, ഉപദേശം അനുസരിക്കണം. അപ്പോൾ പാപത്തിൻ്റെ ദാസൻ നീതിയുടെ ദാസൻ ആയിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ട്? ആയിത്തീരുക എന്നുള്ള വാക്യത്തെ പുതിയ നിയമത്തിനകത്ത് അനേക പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്. ആയിത്തീരുക, എനിക്ക് കർത്താവിൻ്റെ മകനായിത്തീരണം, എനിക്ക് ദൈവത്തിൻ്റെ ദാസിയായിത്തീരണം, എനിക്ക് അഭിഷേകമുള്ള ഒരാളായിത്തീരണം, എനിക്ക് പ്രാർത്ഥനാ മനുഷ്യനായിത്തീരണം, എനിക്ക് ദൈവത്തെ പ്രസാദിക്കുന്നവനായിത്തീരണം, എനിക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവനായിത്തീരണം, എനിക്ക് ആത്മാക്കളെ നേടുന്നവനായിത്തീരണം, എനിക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായിത്തീരണം, എനിക്ക് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവൻ്റെ അനുകാരിയായിത്തീരണം. ആയിത്തീരാൻ എന്തൂരമുള്ളതെന്നറിയാമോ? ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓർത്തോളണം, പ്രസംഗത്തിൽ മാത്രം നിൽക്കരുത്, ഉപദേശം കൈക്കൊള്ളണം. ഉപദേശം കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് രൂപാന്തരം വരുന്നത്, മാറ്റം വരുന്നത്. ഉപദേശം കൈക്കൊള്ളണം. ഒരു വാക്കോടെ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അവിടെ രക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. റെഗുലറായിട്ട് ആദിമസഭ പ്രസംഗം കേൾക്കുക മാത്രമല്ലായിരുന്നു, ഉപദേശം കേട്ടു. ഇപ്പോൾ ഒരു ചോദ്യം മിക്കവാറും കമൻറ്റ് ബോക്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്, എന്നാ പ്രസംഗം, എന്നാ ഉപദേശം, ഇത് എങ്ങനെ തിരിച്ചറിയാനെന്നൊക്കെ. അതിൻ്റെ പുറകെ ഇപ്പോൾ പോയാൽ ബൈബിൾ ക്ലാസ് ആയി പോകും. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാൻ പറ്റില്ല. ഉപവാസത്തിരിക്കുന്ന ആളുകളെ സ്തോത്രം എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റത്തില്ലാതെ പോകും. അതുകൊണ്ട് ആ കാര്യങ്ങൾ അവിടെ നിർത്തുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. അതൊക്കെ നിങ്ങൾ അനിവാര്യമായി എന്നോട് വിമർശനാത്മകമായ രീതിയിൽ യൂട്യൂബിനകത്തിരുന്ന് എഴുതി ചോദിക്കാതെ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്ത്, മനസ്സിലാക്കുക, പഠിക്കുക. എന്ത് പഠിക്കുക? എങ്ങനെയാണ് ഉപദേശം കൈക്കൊള്ളുന്നത്? എന്താണ് ഉപദേശം? എന്താണ് പ്രസംഗം? തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്തോത്രം. ഇതൊക്കെ അന്വേഷിക്കുക. ജീവിതം രക്ഷപ്പെടുന്ന മാർഗ്ഗമല്ലേ പറയുന്നത്.
അപ്പോൾ അത് അന്വേഷിക്കണം. ഉപദേശം എന്താണ്, പ്രസംഗം എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉപദേശം കേൾക്കാൻ തുടങ്ങുമ്പോഴുള്ള മാറ്റം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിന്നുള്ള ഉപദേശം കൈക്കൊണ്ടവനെ നാട്ടുകാരുടെ നടുവിൽ ദൈവം സാക്ഷിയാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്, അവരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ മാർഗത്തിൽ ഉപദേശമുണ്ട്, പ്രസംഗം മാത്രമല്ല ഉള്ളത്, ഇത് ഉപദേശത്തിൻ്റെ മാർഗമാണ്. ഉപദേശം കൈക്കൊണ്ടവരെ ദൈവം ആളുകളുടെ ഇടയിൽ മറ്റൊന്നായി മാറ്റിയിട്ടുണ്ട്. അതിന് മനസ്സ് വെക്കുക എന്നുള്ള ഒരു ശുപാർശയോടുകൂടെ ഈ സങ്കീർത്തനത്തിൻ്റെ ഉദ്ദേശം ഒരു ഉപദേശമാണ്. അത് പിതാക്കന്മാർക്ക് സംഭവിച്ച വീഴ്ചയും തകർച്ചയും വരാനിരിക്കുന്ന തലമുറയ്ക്ക് സംഭവിക്കരുത് എന്ന ആശയത്തിൽ ആസാഫ് എന്ന എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിച്ചത് അല്ലെങ്കിൽ ഉപദേശിപ്പിച്ചതാണ്. ഇസ്രായേൽ പരമ്പരയാണ് 9-ാം വാക്യം മുതൽ താഴേക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ജനം ദൈവത്തോട് മറുതലിച്ചത്, അനുസരണക്കേട് കാണിച്ചത്, അവിശ്വസിച്ചത് എന്ന് വേണ്ട, അതെല്ലാം ഒരു കാലഘട്ടത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ചരിത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിച്ച കാലം മുതൽ കനാനിൽ വന്ന് ചേർന്നതിന് ശേഷം അവിടെ ആയിരിക്കുമ്പോഴൊക്കെ അവർ ദൈവത്തോട് മറുതലിച്ചതും യാത്രാമധ്യത്തിൽ സംഭവിച്ചതെല്ലാം കൂട്ടിക്കുഴച്ച് എല്ലാം കൂടി ചേർത്ത് വലിയ ഗംഭീരമായൊരു ഉപദേശം നിരത്തി. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ടാഗ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ കടയിലൊക്കെ ചെന്ന് നിങ്ങൾ സാരിയോ ചുരിദാറോ ഷർട്ടോ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അറ്റത്ത് കമ്പനിയുടെ ടാഗ്, അതിനകത്ത് ബ്രാൻഡ് കാണും, അതിൻ്റെ ക്വാളിറ്റി കാണും, അതിൻ്റെ പ്രൈസ് കാണും എന്നതുപോലെ ആ പ്രോഡക്റ്റിൻ്റെ അവസാനം ടാഗ് ചെയ്ത് ഒരു നൂലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 3 വാക്യം ടാഗ് ചെയ്തിട്ടിരിക്കുക. ഇത് ഇസ്രായേലിനെ കുറിച്ച് ദാവീദിനെ കുറിച്ചാണ്. എന്തിനാണ് ഉപദേശം പറഞ്ഞു വന്നപ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇസ്രായേൽ ജനം സംഭവിച്ച ദൈവത്തിന്റെ ജനത്തിന് നേരിട്ട അപജയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ദാവീദിന്റെ കാര്യം പറഞ്ഞ് ടാഗ് ചെയ്ത്, ഞാൻ ആ വാക്കിന് ഉപയോഗിക്കുക, അങ്ങനെ ചെയ്ത് അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ഉപദേശം കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സ്വർഗം എങ്ങനെ മാനിക്കുമെന്ന് അറിയേണ്ടതിന് അവസാനം ഒരു സദ്യയുടെ അവസാനം നമുക്ക് ഒരു മധുരപാനീയം തരുന്നത് പോലെ, അല്ലെങ്കിൽ അവസാനം നമുക്ക് തരുന്ന ഒരു ഡെസേർട്ട് പോലെ, അങ്ങനെ ദാവീദിനെ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം ഉയർത്തി എല്ലാവരും കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ദാവീദിനെയൊക്കെ നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ടുള്ളതാ. പക്ഷെ ഇത് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാനിപ്പോൾ പറഞ്ഞ പ്രയോഗം കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു വലിയ ആ ഉപദേശം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ഒരു വലിയ വിഭവസമൃദ്ധമായ സദ്യ നിങ്ങൾ മനസ്സിൽ കണ്ടേ. ഒരു വലിയ സദ്യയാണെന്ന് വിചാരിച്ചേ. ആദ്യം തരുന്ന ഒരു സ്റ്റാർട്ടപ്പ് അല്ലേ, ഒരു സ്റ്റാർട്ടർ അത് തരുന്നത് പോലെ 8 വാക്യങ്ങളിൽ എന്തിനാ അത് എഴുതിയെന്ന് പറഞ്ഞു. എന്നിട്ട് 9-ാം വാക്യം മുതൽ ഏകദേശം 69-ാം വാക്യം വരെ വലിയ ബിരിയാണി പോലെ ഉപദേശങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ട് നിരത്തി. എന്നിട്ട് അവസാനം 70 മുതൽ 72 വരെ അവസാനം തരുന്ന ഒരു ഡെസേർട്ട് പോലെ, ഒരു മധുര സ്തോത്രം, ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് പീസ് പോലെ അവസാനം കൊണ്ടുവന്ന് വെച്ചത് ദാവീദിനെയാണ്. അത് വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഉപവാസം ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സ്തോത്ര, ഹല്ലേലൂയ. ദൈവം തമ്പുരാന് നിന്നെ സ്തോത്ര ആളുകൾക്ക് വായിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ജീവിതം അവസാനം കൊണ്ടുവന്ന് ടാഗ് ചെയ്ത് നിർത്താൻ പരിശുദ്ധാത്മാവിന് ഉദ്ദേശമുണ്ടായിരിക്കാം. അങ്ങനെയായി തീരാൻ ദൈവമക്കൾ ഈ കർത്താവിനെ അറിഞ്ഞാൽ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അതിന് സാക്ഷിയാണ്, അതിന് മാതൃകയാണ് ഇവനെന്ന് പറയാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ സങ്കീർത്തനത്തെ ഞാൻ പതുക്കെ വിഭജിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിലാകുന്നോ? അധികം പേരില്ല ബൈബിളിൽ അങ്ങനെയുള്ളവർ. എങ്ങനെയുള്ളവർ? ഇത്രയും ബൃഹത്തായ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഉപദേശം സ്വീകരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ്റെ ജീവിതം മറ്റുള്ളവരുടെ നടുവിൽ അനുഗ്രഹമായി തീരും എന്ന് ദൈവത്തിന് ഇങ്ങനെ അവസാനം കെട്ടിത്തൂക്കിയിടാൻ, ആ സദ്യയ്ക്ക് ശേഷം കൊടുക്കുന്ന മധുരപലഹാരം പോലെ ലാസ്റ്റ് മുമ്പിലേക്ക് എടുത്തു വെക്കാൻ അധികം പേരില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവരോട് പറയാം, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക, ഉപദേശം കൈക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിന്നെ മാറ്റി നിർത്തത്തില്ല. നിന്നെ ചിലതിന്റെ മുമ്പിൽ നിർത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇനി ആ വാക്യങ്ങളിലേക്ക് വരാം. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. 1-ാമത്തത്. 2, അവനെ ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് വരുത്തി. 3, സ്തോത്രം, തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കണം അവനവനെ തള്ളയാടുകളെ നോക്കുന്ന വേരയിൽ നിന്ന് കൊണ്ടുവന്നു. 4, അങ്ങനെ ദാവീദ് ഹൃദയപരമാർത്ഥതയോടെയും കൈമിടുക്കോടെ അവിടെ നടത്തി. 4 കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനെ ഒന്ന് വിശദീകരിച്ച് ഇന്നത്തെ ദൂതാക്കി ദൈവസന്നിധി കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിൽ തന്നെ ഞാൻ ശരണപ്പെടുകയാണ്. ആദ്യത്തെ വാചകം, ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് വേദപുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഇവിടെ തെരഞ്ഞെടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ ദാവീദിൻ്റെ ആ സെലക്ഷൻ, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില പ്രത്യേക പദങ്ങളുണ്ട്. 89-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് നോക്കുക. 89-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം.
ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. കണ്ടെത്തി എന്നൊരു വാക്ക്, കണ്ടെത്തൽ ഒരന്വേഷണത്തിൻ്റെ അനന്തരഫലമാണ്. വഴി കടന്ന് കിട്ടുന്നത് ആരാണ് കയ്യിലേക്ക് എടുത്തു തരുന്നത്, അല്ലെങ്കിൽ സ്തോത്രം എവിടെയെങ്കിലും വെച്ചിരിക്കുന്നത് പോയി എടുത്തുകൊണ്ട് വരുന്നത് വേറെ, കണ്ടെത്തുന്നത് വേറെ. ദാവീദിനെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ അവനെ കണ്ടെത്തിയതാണ്. കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി നമ്മൾ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ശൗല് ദൈവത്തെ അനുസരിക്കാതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപദേശം, വീഴ്ചകളും പോരായ്മകളും വന്നതോ വരാത്തതോ അല്ല, ഉപദേശിക്കുമ്പോൾ അത് തിരുത്താൻ മനസ്സില്ലാത്തതാണ് പ്രശ്നം. ശൗല് ഉപദേശം കൈക്കൊള്ളാതെ വീണുപോയി. ആ സമയത്ത് ശമൂവേൽ ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം പറയാണ്, നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ തൈലക്കൊമ്പ് എടുത്തുകൊണ്ട് നീ പുറപ്പെട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ യിശ്ശായിയുടെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. 3 വാക്യങ്ങൾ നമുക്ക് തുടക്കത്തിന് വേണ്ടി എടുക്കാം. ശമൂവേലിന്റെ പുസ്തകത്തിൽ കണ്ടിരിക്കുന്നു, 89-ാം സങ്കീർത്തനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു, 78-ാം സങ്കീർത്തനത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ടത്, കണ്ടുവെച്ചത്, നോക്കി വെച്ചത് ആര് പറയാതെ, ചിലയിടത്ത് ചില തകർച്ചകൾ വരുമ്പോഴേ സ്വർഗം ചിലരെ കണ്ടുവെക്കും. സ്തോത്ര ഹല്ലേലൂയ. ദൈവം ചിലത് കണ്ടുവെക്കും. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ധൃതി പിടിച്ചല്ല, സ്വർഗം ശമൂവേൽ അറിയാതെ, ശൗൽ അറിയാതെ, ഇസ്രായേലിൽ ഒറ്റ മനുഷ്യൻ അറിയാതെ ഈ ജനത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ളവൻ ഇവിടെ ചില കാര്യങ്ങൾ പിന്നാമ്പുറത്ത് നടക്കാൻ തുടങ്ങിയപ്പോഴേ സ്വർഗസ്ഥനായ ദൈവം ഒരുവനെ കണ്ടുവെച്ചു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. നിന്റെ കുടുംബം ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന കുടുംബമാണെങ്കിൽ, നിന്റെ കുടുംബം ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ട കുടുംബമാണെങ്കിൽ, അവിടെ ഉത്തരവാദിത്വ രാഹിത്യത്തോടെ ചിലർ ഇടപെടാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അപജയങ്ങളെ മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവം ആരും അറിയാതെ ചിലരെ കണ്ടുവെക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഓമനപുത്രനായിരിക്കുന്ന കർത്താവിനെ കാൽവരി ക്രൂശിൽ തകർക്കുമ്പോൾ അവന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തന്റെ കൂടെ നിന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അടങ്ങിയ 12 പേരാണ്. യൂദ ഒറ്റിക്കൊടുത്ത് പോയിട്ട് ബാക്കി 11 പേർ ഗെത്സമന തോട്ടത്തിൽ വെച്ച് ഇട്ടെറിഞ്ഞു പോയപ്പോൾ സർവശക്തനായ ദൈവം കുരിശെ നിറക്കി. മര്യാദ പ്രകാരം എന്നൊരു വാക്കുണ്ട്. എനിക്ക് വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വാക്കാണ്. സ്തോത്ര ഹല്ലേലൂയ. യേശുവിനെ അടക്കുന്നത് ഒരു ധൃതി പിടിച്ച്, സ്തോത്രം, എന്താ പറയുക, പെട്ടെന്ന് ആരുമില്ലാത്തവനെ കൊണ്ടുപോയി അടക്കുന്ന ഒരു രീതിയിലല്ല. യഹൂദന്മാരെ ശവമടക്കുന്ന മര്യാദ പ്രകാരം അടക്കി. ഞാൻ ആ ഭാഗം പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ. സ്തോത്ര ഹല്ലേലൂയ. ഒരു മര്യാദയ്ക്കും കുറവ് വരുത്താതിരിക്കാൻ 12 പേരിട്ടിട്ട് പോയാലും മര്യാദകളൊന്നും കുറയാതിരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ഒരുവനെ കണ്ടുവെച്ചു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം കണ്ടുവെക്കുന്ന ദൈവമാണ്, നോക്കി വെക്കുന്ന ദൈവമാണ്. നിന്നെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിനക്കൊരു കുറവ് വരാതിരിക്കാൻ, ആരൊക്കെ ഉത്തരവാദിത്വ രാഹിത്യം കാണിച്ചാലും, നിന്നോട് വാക്ക് പറഞ്ഞവർ മാറിപ്പോയാലും, നിന്നെ മേൽ ഉത്തരവാദിത്വപ്പെടേണ്ടവർ ഇട്ടിട്ട് പോയാലും, സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ ചാരി നിന്ന പലരും, പാലം വലിച്ചാലും, നീ വിശ്വസിച്ച പലരും പറ്റിച്ചാലും, എന്റെ ദൈവമാണ് വിശ്വസ്തൻ. ഹല്ലേലൂയ. ഈ മാർച്ച് മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് ഈ വചനത്തിലൂടെ പ്രവചന ദൂത് പോലെ പറയുന്നു, ചിലര് നിന്നോടുള്ള ബന്ധത്തിൽ അവിശ്വസ്തരായപ്പോൾ ദൈവം വിട്ടുകളയാൻ താല്പര്യം കാണിക്കാതെ നീ അറിയാതെ ചിലരെ കണ്ടുവെച്ച ദൈവമാണ്. കണ്ടിരിക്കുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കരയുന്ന വിഷയത്തിൻ്റെ ആര് പരിഹാരമുണ്ടാക്കും? ആര് സഹായിക്കാൻ വരും? ആരെൻ്റെ കുഞ്ഞിനെ ഒന്ന് കൈത്താങ്ങൽ കൊടുക്കും? ആരൊന്ന് ഹെൽപ്പ് ചെയ്യും? ആരൊരു നല്ല വാക്ക് പറയും? ആരെൻ്റെ വീട്ടിലേക്ക് വരും? ആരെ കൊണ്ട് ഇത് ഉദ്ധരിക്കാൻ പറ്റും? ഈ കാര്യത്തിനകത്ത് സ്തോത്രം നടപടി എടുക്കേണ്ടത് ഇവിടത്തെ ആരുമല്ല, ഉത്തരവാദിത്വം എടുക്കേണ്ടത് സ്വർഗസ്ഥനായ ദൈവമാണ്. ആ ദൈവം എന്ന് പറയുന്നു, ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട്. ആ വചനം ഏറ്റെടുത്തേ. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പല ലെയറുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ദൈവം കണ്ടുവെച്ച ചില നന്മകളുണ്ട്, ദൈവം കണ്ടുവെച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ദൈവം നടത്തുകയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങൾ മുമ്പിൽ വരട്ടെ. ഹല്ലേലൂയ. ദൈവം കണ്ടിരിക്കുന്നതിനെ കണ്ടെത്തണം. അതാണ് 89-ാം സങ്കീർത്തനം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തല്ല ദൈവം കണ്ടിരിക്കുന്ന പലതും ഇരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഒരു വലിയ ബൃഹത്തായ സബ്ജക്റ്റാണ്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അത് അപ്പോസ്തലന്മാരാക്കാൻ വേണ്ടി. പക്ഷെ അവർ ഓരോരുത്തരെ ആ ടീമിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് നേരെ തൻ്റെ ഇടവക സിനഗോഗിൽ കയറി, കപർന്നഹൂമിൽ ചെന്നു,
പള്ളികളിൽ കയറി ഇറങ്ങി. അവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്ന ആരെയും കണ്ടില്ല. ആരെയും കാണാത്തത് കൊണ്ട് നേരം വെളുത്തപ്പോൾ നേരെ തിബ്രിയാസ് കടലിൻ്റെ തീരത്തേക്ക് പോയി, ഗലീല കടലിൻ്റെ തീരത്തേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവം നോക്കി വെച്ച ചിലരെ കർത്താവ് കണ്ടെത്തുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ജനം പ്രതീക്ഷിക്കുന്നിടത്തല്ല ദൈവം നോക്കി വെച്ച പലതും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു രാജാവിനെയാണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിനക്ക് വേണ്ടത് ഒരു രാജാവിനെയാണ്. എന്നെ നയിക്കുന്ന ഒരാളെയാണ്, കരുത്തനായ ഒരാളെയാണ്. പ്രശ്നങ്ങൾ വന്നാൽ നേരിടാൻ ചങ്കൂറ്റമുള്ള ആളാണ് ഈ രാജാവ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളല്ലേ നിനക്ക് വേണ്ടത്. സാധാരണ കാണേണ്ടത്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വലിയ ബ്രില്യൻ്റ് ആയിരിക്കണം. യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഹല്ലേലൂയ, അതല്ലേ നല്ല നല്ല കമ്പനിക്കാരൊക്കെ സമയം അതിക്രമിക്കുന്നു. എനിക്ക് 3-4 കൂട്ടം പറയാനുണ്ടെങ്കിലും കാര്യങ്ങളുടെ പ്രകാശനം നിങ്ങളെ മനസ്സിലാക്കണമല്ലോ. നല്ല നല്ല കമ്പനിക്കാരൊക്കെ നമ്മുടെ ഭാഷ പറഞ്ഞ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയും. പിള്ളേരുടെ ചോദിച്ചാൽ പറയും. ശ്രോത്രം പകലത്തെ യോഗത്തിന് മിക്കവാറും അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്നത്. അവർക്ക് ഇത് അറിയുമെന്നറിയില്ല. നിങ്ങളെ ശ്രോത്ര കൊച്ചാക്കിയല്ല. എന്നാൽ പിള്ളേർക്കറിയാം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവരുടെ കമ്പനിക്ക് നല്ല ബ്രില്യൻ്റ് ആയ സ്റ്റാഫിനെ വേണം. അപ്പോൾ ക്യാമ്പസിലേക്ക് വരും അവർ. നേരെ നമ്മുടെ പട്ടണത്തിലേക്കോ ഗ്രാമത്തിലേക്കോ വരികയല്ല. അവർ നേരെ നല്ല സ്കോളേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ള 99% മാർക്കോടെ റാങ്ക് സമ്പാദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എക്സാമിനേഷന് മുമ്പ് വരും. എന്നിട്ട് ക്യാമ്പസിലെ മിടുക്കന്മാരെ ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്യും. കമ്പനിക്കറിയാം അവർക്ക് ആവശ്യമുള്ള ആളുകളെ കിട്ടണമെങ്കിൽ വലിയ പട്ടണത്തിലെ ക്യാമ്പസുകളിൽ ചെല്ലണം. പക്ഷെ യേശു ക്രിസ്തു യഹൂദന്റെ സിന്നഗോഗുകൾ മുഴുവൻ ആദ്യത്തെ ദിവസങ്ങൾ അരിച്ചു പറക്കിയിട്ട് ലോകത്തെ കീഴ്മേൽ മറിക്കണ്ട, തന്റെ കൂടെ നിന്ന് രോഗികളെ സൗഖ്യമാക്കണ്ട, തന്റെ കൂടെ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കണ്ട, തന്റെ ക്രൂശ് മരണത്തിന് ശേഷം ലോകത്തെ സുവിശേഷീകരിക്കേണ്ടവരെ കർത്താവ് അവിടെ അങ്ങ് കണ്ടില്ല. കാണാത്തത് കൊണ്ട് കർത്താവ് തിരിച്ചു പോയില്ല. കണ്ടുവച്ചിരിക്കുന്നവരെ കണ്ടെത്തിയിട്ടാണ് മടങ്ങിപ്പോയത്. രക്തത്താലെ ജയം. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഓ, കർത്താവ് കണ്ടുവച്ചിരിക്കുന്ന ചിലരെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഈ വരാനിരിക്കുന്ന കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയായി കണ്ടുവച്ചിരിക്കുന്ന ചിലരെ പ്രതീക്ഷിച്ചെടുത്ത് കണ്ടില്ലെങ്കിലും എൻ്റെ കർത്താവ് മടങ്ങി പോകില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ശൂന്യമായ പടകുമായി വാടിയ മുഖത്തോടെ ഹല്ലേലൂയ, കണ്ടാവിലെ ലുക്കൊന്നും ഇല്ലെങ്കിലും ഈ കടലിനോട് മല്ലടിച്ച് ഹല്ലേലൂയ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അധ്വാനിച്ച് അങ്ങനെ ആയിരങ്ങളുടെ ഇടയിൽ, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചിലരെ എന്റെ ദൈവം കണ്ടുവച്ചു. അവരെ ദൈവമായ കർത്താവ് കണ്ടെത്തി. സ്തോത്രം. ഞാൻ ദാവീദിനോടല്ല പ്രസംഗിക്കുന്നത്. 2026 മാർച്ച് 25 ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന, പൗരുഷന്റെ ശുശ്രൂഷയോട് സഹകരിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നവരോടാണ് പ്രസംഗിക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്നവനെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ ഉദ്ധാരകനെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകനെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ, അന്ധകാര കോട്ടകളെ തകർക്കാൻ കഴിവുള്ള ആരെങ്കിലും ദൈവം ഒന്ന് വിട്ടിരുന്നെങ്കിൽ, എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഞരങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കണ്ടുവച്ചവരെ എൻ്റെ ദൈവം കണ്ടെത്തും. അവനെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. ആ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. 78 സങ്കീർത്തനത്തിലെ ഈ വാക്യങ്ങൾ വായിച്ചത് വെറുതെ ആകത്തില്ല. ദൈവം കണ്ടുവച്ചവനെ രംഗത്ത് കൊണ്ടുവരാൻ പോകുകയാണവൻ. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തു. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടട്ടെ. തെരഞ്ഞെടുത്തു. രണ്ടാമത്തത്, ആ ഭാഗത്ത് നിന്ന് ഞാൻ വായിക്കാം. സ്തോത്രം. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ടെത്തി എന്നിട്ട് ദാവീദിനെ തെരഞ്ഞെടുത്തു. അടുത്ത വാചകം നോക്കൂ. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ദൈവം തമ്പുരാൻ കണ്ടുവച്ചവൻ അവനെ കണ്ടെത്തിയത് എവിടാന്നറിയാമോ? കൊട്ടാരത്തിലല്ല, സമൂഹത്തിലെ സമുന്നതരുടെ നടുവിലല്ല. സ്തോത്രം. അവനെ കണ്ടെത്തിയത് ആട്ടിൻ തൊഴുത്തുകളിലാണ്. ആട്ടിൻ തൊഴുത്തുകളിൽ ദൈവത്തിന് വേണ്ടവൻ ആട്ടിൻ തൊഴുത്ത്. ആ പ്രയോഗം തന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉരുവിട്ടെന്നറിയോ? ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ വരുത്തി. സ്തോത്രം. ദൈവത്തിനുള്ളവൻ മറഞ്ഞിരിക്കുകയായിരിക്കും. അവൻ വരികയല്ല. ആരുടെയെങ്കിലും കാല് പിടിച്ച്, അച്ഛാ എനിക്കൊരു ചാൻസ് തരാമോ, ഞാനവിടെ വരട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ വരികയല്ല, അവനെ വരുത്തുകയാണ്. ദൈവം വരുത്തുകയാണ്.
ഞാൻ നിങ്ങളോട് പറയാം, നീ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവനായിരിക്കാം. പക്ഷെ നിന്നെ ഇപ്പം കിട്ടിയിരിക്കുന്നത് ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എത്ര താഴെയാ. അവിടെ നിന്ന് ദൈവമായ കർത്താവ്, ആ വാക്കിനൊക്കെ വെറും മലയാളത്തിൽ നിഘണ്ടുവിലെ ഒരു വാക്കല്ലത്. വരുത്തി ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ പുറകിലൊക്കെ ഈ സ്തോത്രം ചേട്ടന്മാര് ഏലാത്താഴ്വരയിലേക്ക് ദാവീദ് ചെല്ലുന്ന സമയത്ത് അവരുടെ മനസ്സ് പതറിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഈ ദൂതിനോട് ചേർത്ത് വെച്ച് പറയാം. ദാവീദ് ഗോലിയാത്തുമായി ഇസ്രായേൽ സൈന്യം തോറ്റു നിൽക്കുന്ന സമയത്താണ് അപ്പൻ ദാവീദിനെ ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനും സൈന്യാധിപന് ഇച്ചിരി സാധനങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പൻ ദാവീദിനെ അയക്കുന്നത്. ദാവീദിനെ കണ്ട മാത്രയിൽ സ്തോത്രം 1 ശമൂവേൽ 7:28 എഴുതി വെച്ചാൽ മതി. 1 ശമൂവേൽ 7:28 അവിടെ 1 ശമൂവേൽ സ്തോത്രം 17:28 7:28 അല്ല 17:28 അവിടെ ഏലാത്താട് വരെ അവിടെയാണല്ലോ 17:28. അവിടെ ദാവീദിനെ കണ്ട വഴി ചേട്ടൻ കോപിച്ച് പറയുന്ന വാക്കുകളുണ്ട്. എന്താണെന്നറിയാമോ? പറയുന്ന വാക്ക്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? യുദ്ധം കാണാനല്ലേ നീ വന്നത്? എന്നിട്ടൊരു വാക്ക് ചേർക്കുന്നുണ്ട്, മരുഭൂമിയിൽ കുറെ ആടുകൾ ഉള്ളതിനെ ആരുടെ കയ്യിൽ കൊടുത്തിട്ടാ നീ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞതിനകത്ത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ആ വാക്യം കൂടി ചേർന്ന് വായിക്കാൻ എന്നോട് പറഞ്ഞു. അതിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, ഈ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരിക്കലും ഇവനെ തിരിച്ചു വരുത്താൻ ഈ ചേട്ടന്മാരാരും സമ്മതിക്കില്ലായിരുന്നു. 10 മിനിറ്റ് വീട്ടിലേക്ക് വന്ന ഉടനെ പറയും, ആടിനെ ഇവിടെ ആരെ കൊടുത്ത് ആടന്തിയെ. അപ്പൊ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ഒരിക്കൽ പോലും മോചനമുണ്ടാകില്ല എന്ന് തന്നെത്താൻ വിധിച്ചവനെ, ചേട്ടന്മാര് വിധിച്ചവനെ, എന്റെ ദൈവം വന്നതല്ല, വരുത്തിയതാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നിനക്കുണ്ടാകില്ല. നിനക്ക് യൂണിഫോം ഇട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ സ്ഥാനമില്ല. നിനക്ക് ആട്ടിൻ തൊഴുത്തിലാണ് ജീവിതം മുഴുവൻ. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് നിനക്ക് മടങ്ങി വരവില്ല. നിന്റെ ഗതി ഇതാണ്. നിനക്ക് യോഗ്യതയില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് പേഴ്സണാലിറ്റി ഇല്ല, നിന്നെ സെലക്ട് ചെയ്യാൻ യാതൊരു യോഗ്യതയുമില്ല, നിനക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ലിത് എന്ന് പറഞ്ഞ് പലരും നിന്നെ ഒഴിവാക്കിയിട്ട നിന്റെ ഗതികേടിന്റെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് എന്റെ ദൈവം നിരൂപിച്ചാൽ തക്ക സമയമാകുമ്പോൾ നീ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന്, നിന്നെ ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് നീ നിന്നെ തന്നെ ഇന്ന് പകൽക്കാല സ്വർഗം പറയുന്നു, നീ പലപ്പോഴും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും, എന്റെ ഗതി ഇതാണ്, എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു സ്ഥാനമില്ല, എന്നെ അവിടേക്ക് എത്തിക്കത്തില്ല, പലരും അതിനെതിരാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആട്ടിൻ തൊഴുത്തിൽ നിന്ന്, ഞാൻ ഈ എൻ്റെ കടലാസിന്റെ മോളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്, അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരിക്കലും ആട്ടിൻ കൂട്ടിൽ നിന്ന് അരമന മുറ്റത്ത് പോലും വരാൻ, സ്തോത്രം, ഹല്ലേലൂയ, അവകാശമില്ലാത്ത ഈ മനുഷ്യൻ അരമനയിലേക്കല്ല ദാവീദ് വന്നത്, കൊട്ടാരത്തിലേക്കല്ല വന്നത്, രാജാവിരിക്കുന്ന സിംഹാസനത്തിലേക്കല്ല വന്നത്, സൈന്യം നിൽക്കുന്ന യുദ്ധമുഖത്തേക്ക് പോലും വരാൻ ചേട്ടന്മാര് സമ്മതിക്കാതിരുന്ന ഈ സ്വത്രം ഗതികേടിന്റെ കഥാപാത്രത്തെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് യുദ്ധമുഖത്തേക്കല്ല അരമനയിലേക്ക്, സിംഹാസനത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം ഉണ്ടെന്ന് ഇന്ന് പകരക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? Glory bara shamanara handara janachanadiyara. Hallelujah, 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 hallelujah. പലരും പ്രതീക്ഷിക്കാത്തവരെ, ആട്ടിൻ തൊഴുത്തിൽ ജീവിതം തീരേണ്ടവരെ, കൃഷിസ്ഥലത്ത് തീരേണ്ടവരെ എലീശ പ്രവാചകനോട് ചോദിക്ക്, സ്തോത്രം, ഹല്ലേലൂയ, താങ്കൾ കൊട്ടാരത്തിൽ വരാൻ യോഗ്യതയുള്ളവനാണോ? രാജാക്കന്മാരോട് പ്രവചിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഞാനൊന്ന് ഇറങ്ങി നിന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. എലീശ പ്രവാചകനെ ഇസ്രായേൽ രാജാക്കന്മാർ വിളിച്ചോണ്ടിരുന്നത് എന്താണെന്നറിയാമോ? അവസാനം തന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ രാജാവ് വന്ന് കണ്ടിട്ട് എന്താ വിളിച്ചെന്നറിയാമോ? എന്റെ പിതാവേ, എന്റെ പിതാവേ എന്ന്. എന്താ വിളിച്ചേ? ആരാ വിളിച്ചേ? രാജാവ് വിളിക്കുക, എന്റെ പിതാവേ. വയലിൽ കാള പൂട്ടി നടന്ന നിന്നെ തലേ കിരീടമുള്ള രാജാവ് ഫാദർ, പിതാവേ എന്ന് വിളിക്കാൻ നിനക്കെന്ത് യോഗ്യത? ഹല്ലേലൂയ. നിനക്കെന്ത് യോഗ്യത? നിനക്കെന്ത് യോഗ്യത? 12 കാളപൂട്ടി കുറിയോണ്ട് കൊടുത്ത് ചെളിയിൽ കാളപൂട്ടി കലപ്പ പിടിച്ച് നടന്ന നിന്നെ ഇസ്രായേലിന്റെ രാജാക്കന്മാർ ഇന്ന് വിളിക്കുന്ന എന്താണെന്നറിയാമോ? അപ്പാ, ഫാദർ, പിതാവേ.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ചില സ്ഥാനചലനങ്ങൾ ഉണ്ടാകണോ. നിന്റെ സിറ്റുവേഷൻ മാറണോ, നിന്റെ കിടപ്പ് മാറണോ. നിന്നെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് വരുത്തുകയാ, നിന്നെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് വരുത്തുകയാ. പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ആട്ടിൻ തൊഴുത്തിൽ നിന്ന്, നിന്റെ സന്തതി കിടക്കുന്ന ആ ലേബർ ക്യാമ്പിൽ നിന്ന്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാ പറയുന്നു, അവൻ വിളിയുള്ളവനാണ്, തെരഞ്ഞെടുപ്പുള്ളവനാണ്, അഭിഷേകമുള്ളവനാണ്, ദൈവം കണ്ടുവച്ചവനാണ്, ദൈവം കണ്ടെത്തിയവനാണ്, തെരഞ്ഞെടുപ്പുള്ളവനാണ്. അവനെ ആ ക്യാമ്പിനകത്ത് നിന്ന് സ്വർഗം വരുത്തുകയാ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക് വരുത്തുന്നൊരു ദൈവമുണ്ട്. 78-ാം സങ്കീർത്തനം കർക്കശമായ ഉപദേശത്തിന്റെ സങ്കീർത്തനമാണ്. ദൈവത്തോട് അനീതി കാണിച്ചവരെ ഭൂമിയുടെ മുഖത്ത് വെച്ചോണ്ടിരിക്കത്തില്ലെന്ന് ഉപദേശിച്ച സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണത്തോട് കൂട്ടുചേർത്തവരെയും ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചവരെയും ഭൂമി വാവിളർന്ന് ഇല്ലാതാക്കിയെന്ന് മുന്നറിയിപ്പ് കൊടുത്ത സങ്കീർത്തനമാണ്. പക്ഷെ ആ സങ്കീർത്തനത്തിനകത്ത് സ്വർഗം ടാഗ് ചെയ്തിട്ടു. എന്ത് ടാഗ് ചെയ്തിട്ടു? ആരൊക്കെ എതിർത്താലും, ആരൊക്കെ കണ്ണുരുട്ടി കാണിച്ചാലും, ആരൊക്കെ തടഞ്ഞാലും ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക് ദൈവം ഒരുത്തനെ കൊണ്ടുവരികയാ, വരുത്തുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 41:14. കാരാഗ്രഹത്തിനകത്ത് ജയിൽ വസ്ത്രം ധരിച്ച് ആമത്തിൽ കിടക്കുന്ന യോസേപ്പിനെ ഫറവോൻ ആള് വിട്ടു വരുത്തി. എന്തിന്? സ്തോത്രം, ഹല്ലേലൂയ. എന്തിന്? മിസ്രൈമിലെ, ഈജിപ്തിലെ സുപ്രധാന കോടതികൾ അവനെ വിസ്തരിച്ചത് പോരാഞ്ഞിട്ട് ഒന്നോടെ വിസ്തരിക്കാനല്ല, അവന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ചകഞ്ഞെടുത്ത് കുറച്ചുകൂടെ കഠിന ശിക്ഷ കൊടുക്കാനല്ല. പിന്നെ എന്തിനാണ് കാരാഗ്രഹത്തിനകത്ത് ഷെയ്വ് ചെയ്യാതെ, കുളിക്കാതെ, തലമുടി വെട്ടാതെ അകത്തൊതുങ്ങിയ യോസേപ്പിനെ ഫറവോൻ ആള് വിട്ട് കൊണ്ടുവന്ന എന്തിനാ? കാരാഗ്രഹത്തിൽ നിന്ന്, സ്തോത്രം, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ നിന്ന് അവനെ വരുത്തുകയാണ്. എന്തിന്? ഫറവോന്റെ കൂടെ ഇരുത്തി ഭരിക്കാൻ. ഹല്ലേലൂയ. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന്, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് ബഹുവചനം എഴുതിയിരിക്കുന്നത്, സാറേ, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് ഒരിടത്തും ഉറയ്ക്കാത്ത, എങ്ങും നിൽക്കാത്ത, മാറി മാറി തൊഴുത്തുകൾ സ്ഥാപിച്ച് ഈ ചാണകത്തിലും മൂത്രത്തിലും ഇതിനകത്തും കടന്ന് മറിഞ്ഞ ഈ മനുഷ്യനെ സ്തോത്രം, ഹല്ലേലൂയ, പഴയ മിഡിൽ ഈസ്റ്റിലെ മധ്യപൂർവ്വ ദേശത്തെ നല്ല സുഗന്ധദ്രവ്യങ്ങൾ പുകഞ്ഞിരിക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക്, ഹല്ലേലൂയ, പനിനീര് തളിച്ചുറങ്ങുന്ന പള്ളിമെത്തയിലേക്ക് കൊണ്ടുവരുന്ന മഹാദൈവത്തെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? ദൈവത്തെ വിശ്വസിച്ചാൽ, പ്രമാണങ്ങൾ അനുസരിച്ചാൽ, ഉപദേശം കൈക്കൊണ്ടാൽ, എന്റെ കർത്താവ് പറയുന്നു, അവരെ ദൈവം ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വരുത്തും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇബ്താഹ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ന്യായാധിപന്മാർ 11 2-ാം വാക്യം വായിച്ചാൽ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ അമ്മയുടെ മക്കൾ അഥവാ സഹോദരന്മാർ അവനോട് കലഹിച്ചു. പറഞ്ഞു, നീ ഞങ്ങളുടെ ഇടയിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്, നീ ഞങ്ങളുടെ കൂടെ അവകാശം പ്രാപിക്കില്ല എന്ന് പറഞ്ഞ് എന്നും വഴക്കായിരുന്നു. ലാസ്റ്റ് അവനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓടിച്ചു. ദൂരത്തൊരു ദേശത്ത് പോയി ഒറ്റപ്പെട്ട് ജീവിച്ചു. കുറച്ച് കാലം കഴിയുമ്പോൾ 4-5 വാക്യങ്ങൾ 11-ാം അധ്യായത്തിൽ വായിച്ചാൽ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഇസ്രായേലിലെ മൂപ്പന്മാരെ വിട്ട് ദൈവം വിളിപ്പിച്ചു, വരുത്തി. ഞാൻ പറയുന്നു, നീ ഒറ്റപ്പെട്ടിടത്ത് നിന്ന്, നീ കഷ്ടപ്പെടുന്നിടത്ത് നിന്ന്, നീ ഒതുങ്ങിപ്പോയിടത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ വരുത്തും. ദൈവം നിന്നെ വരുത്തും. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ പൗലോസിൻ്റെ കഥ നിങ്ങൾക്കറിയോ? ധന്യനായ പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് നമ്മുടെ കർത്താവ് സന്ദർശിച്ചു. കണ്ണിൻ്റെ കാഴ്ച പോയി. അത്ഭുതങ്ങളിലൂടെ പ്രാർത്ഥിച്ചത് മടക്കി കിട്ടി. ദമാസ്കസിൽ വെച്ച് സ്നാനപ്പെട്ടു. സ്തോത്രം, കുറച്ചുനാൾ അവരുടെ കൂടെ പരിചരിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ആ കാരണങ്ങൾ വിശദീകരിച്ചെടുക്കാൻ പറ്റും, പക്ഷെ അതിലേക്ക് കിടക്കാതെ ഞാൻ പറയാം. ഈ പൗലോസ് നേരെ തർസോസിൽ പോയി, തൻ്റെ സ്വന്തം സ്ഥലത്ത് പോയി ഒതുങ്ങി. ആരാലും അറിയപ്പെടാതെ അവിടെ ഒതുങ്ങി. അവിടെ ഒതുങ്ങി തീരേണ്ടതാ.
ഇത്ര അനുഭവങ്ങളുള്ളവൻ, കർത്താവിനെ കണ്ടവൻ. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 9:15 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാരുടെയും യഹൂദാജനത്തിൻ്റെയും ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. ഇത് സന്ദേശത്തിൽ തെരഞ്ഞെടുത്തവനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. സ്തോത്രം. അവൻ എന്നും ആ കിടക്കുന്നിടത്ത് കിടക്കാൻ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നിനക്കൊരു പ്രമോഷനുണ്ട്. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അവിടെ കിടക്കുമ്പോഴാണ് അന്ത്യോക്യയിലേക്ക് ബർന്നബാസിനെ സ്തോത്രം കർത്താവിൻ്റെ ദാസനായ അവിടെ ഭയങ്കരമായിരിക്കുന്ന ഉണർവുണ്ടായി. ആ പ്രത്യേക സന്ദർഭത്തിൽ ബർന്നബാസ് ചെന്ന് തർസോസിൽ ചെന്ന് ശൗലിനെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് എഴുതിയിരിക്കുന്നു. ഒതുങ്ങിപ്പോയവരെ സമയമാകുമ്പോൾ, തെരഞ്ഞെടുപ്പുള്ളവരെ, നിർണയമുള്ളവരെ, ദൈവം കണ്ടുവച്ചിരിക്കുന്നവരെ, സ്വർഗം കണ്ടെത്തിയവരെ തക്ക സമയമാകുമ്പോൾ ആര് പിടിച്ചു വെച്ചാലും, എവിടെ പോയി ഒതുങ്ങിയാലും, ഏതിൻ്റെ ഇടയിൽ പോയി ഒളിച്ചാലും ദൈവം കണ്ടെത്തും. അവരെ കൂട്ടിക്കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. ലാസ്റ്റ് വാക്ക് പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. 71 വാക്യം. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. ഈ 2 വാക്കാണ്. ഇത് 45-50 മിനിറ്റ് പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കരുത്. ഞാൻ ദൈവത്തെ പറയുന്നത്. സ്തോത്രം. 2ാമത്തെ വാചകം, തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. സ്തോത്രം. ചില വാക്കുകൾ തെരഞ്ഞെടുത്തു, വരുത്തി, കൊണ്ടുവന്നു. ഇനി ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ കൊണ്ടുവന്നു എന്നുള്ള വാക്ക് നിങ്ങൾ അടിവരയിട്ട് മനസ്സിൽ പേർക്കി. തള്ളയാടുകളെ മേയ്ക്കുന്നിടത്ത് നിന്ന്, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ദാവീദിനെ കൊണ്ടുവന്നു. തൻ്റെ ജനത്തെ ഒരു ഉദ്ദേശത്തിന് കൊണ്ടുവന്നത്, യാക്കോബിനെ അവകാശം ഇസ്രായേലിനെ മേയ്ക്കേണ്ടതിനാണ് കൊണ്ടുവന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ പറയുന്നൊരു വാക്ക് 2 ശമൂവേൽ 7:18. 2 ശമൂവേൽ 7:18. ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിൻ തൊഴുത്തിൽ നിന്നും തള്ളയാടുകളെ മേയ്ക്കുന്നിടത്ത് നിന്നും കൊണ്ടുവന്നത് ദൈവമാണ്. കൊണ്ടുവന്ന അന്നൊക്കെ വാസ്തവത്തിൽ വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളായിരുന്നു ദൈവമക്കളെ. കൊണ്ടുവന്ന അന്ന് തന്നെ കസേര പിടിച്ചിരുത്തുമായിരുന്നോ? കൊണ്ടുവന്ന അന്ന് തന്നെ തലേ കിരീടം വെച്ച് കൊടുക്കുമായിരുന്നോ? ഒത്തിരി ശോധനകളുണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുക, എന്നെ എന്തിനാ ആടുകളുടെ ഇടയിൽ നിന്ന് കൊണ്ടുവന്ന? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ലായിരുന്നോ? എന്തിനാ എന്നെ എങ്ങനെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നതെന്നല്ലല്ലോ ചോദിച്ചേ. ആരും അറിയാതെ 5-6 തള്ളയാടുകളെ വളർത്തി കഞ്ഞി കുടിച്ചു പോയ എന്നെ എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചു തിരുമുന്ന വാക്കാണോ നിങ്ങൾ കേട്ടത്? ആട്ടിൻ തൊഴുത്തിൽ ജീവിച്ച് ആരെ ഒരു അധികാരമോഹം ഇല്ലാതെ, ആരുടെ ഒന്നും മോഹിക്കാതെ ജീവിച്ച് എന്നെ എന്തിനാ? ഇതൊക്കെ കാണാനും ഇത് സഹിക്കാനും വരുത്തിയെന്നല്ലല്ലോ പറഞ്ഞേ. ഒരു ദിവസം ഈ മനുഷ്യൻ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നോക്കി, തൻ്റെ അരമനയ്ക്കകത്ത് ചെന്ന് ഇരുന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, അടിയനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ. ആ കൊണ്ടുവന്ന വരവ് കണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, തമ്പുരാൻ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വെറും ഒരു മോട്ടിവേഷൻ പ്രീച്ചറല്ല, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. നിത്യതയ്ക്ക് വേണ്ടി ആളെ ഒരുക്കാൻ ദൈവം ഏൽപ്പിച്ച ചുമതലക്കാരനാണ്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, സ്വർഗം നിന്നെ കെട്ടഴിച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ദൈവം നിന്നെ ചില കെട്ടുപാടുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അതിനകത്ത് നീ മറുതലിക്കരുത്, അവിടെ നീ പുറകോട്ട് നിൽക്കരുത്. നീ കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സർവശക്തൻ നിന്നെ വരുത്താനുള്ള എല്ലാ വഴിയും ചെയ്തു വെച്ചിരിക്കുക. നീ പറയും നിന്റെ വഴി അടഞ്ഞു, നിന്റെ വരുമാനം നിന്നു. പക്ഷെ ദൈവം ഇതിന്റെ പുറകിൽ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്നെ പിടിച്ചു വെച്ച ചിലരുടെ ഇടയിൽ നിന്ന്, നിന്നെ ദൈവം ചില പഴയ കെട്ടുപാടുകളിൽ നിന്ന്, ചില ദൈവത്തിന്റെ ഉപദേശ പെശകിൽ നിന്ന്, നിത്യത നഷ്ടപ്പെടുന്ന ചില മാർഗങ്ങളിൽ നിന്ന് സ്വർഗം നിന്നെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതിന് വിധേയപ്പെടാൻ തയ്യാറായാൽ എന്തോ സംഭവിക്കുന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് പറയാൻ വേണ്ടി 80-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടി ഞാൻ ചേർത്ത് വായിക്കുക.
80-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ച് കൺക്ലൂഡ് ചെയ്യുക. 80-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്, കേട്ടോളുക. ദൈവം മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. മുന്തിരിവള്ളി ഓട്ടോ വിളിച്ചിങ്ങ് വന്നതല്ല, മുന്തിരിയെ ദൈവം കൊണ്ടുവന്നതാണ്. ഇവിടെ പറയുന്ന മുന്തിരിവള്ളി ആരാന്ന് മനസ്സിലായല്ലോ? അടിമകളായി കിടന്ന ഇസ്രായേൽ ജനമാണ്. അവരെ ഒരു മുന്തിരിവള്ളിയോടെ ചിത്രീകരിച്ചത്. ആയുഷ്കാലത്ത് അവരുടെ ബൗണ്ടറി വിട്ട് പുറത്തു പോകാതിരിക്കാൻ പഴയ പറവോൻ പഠിച്ച പണി 18 നോക്കിയിട്ട് അവന്റെ കോട്ട പൊട്ടിച്ച് അവന്റെ അതിര് കടത്തി ചെങ്കടല് കയറ്റി എന്റെ ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്നു. തമ്പുരാൻ കൊണ്ടുവന്ന ആർക്കാ ദോഷം വന്നിട്ടുള്ളേ? എത്രയോ പേര് മനുഷ്യൻ കൊണ്ടുവന്നവരെ കരിയാപ്പന പോലെ കളഞ്ഞിട്ടെന്നറിയാമോ? ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ഒന്നുമല്ല, ചെറു പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. വീട്ടു ജോലിക്കൊക്കെ വേണ്ടി ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ കാണുന്നതാ. സംസാരിക്കാൻ പോലും അനുവാദമില്ല. ചിലർ പാവങ്ങള് പൗരുഷനൊക്കെ കാണുന്നവര് ഒളിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താ? മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവിടെ കൊണ്ടുചെന്നതാ. അവിടെ ഉറങ്ങാൻ സമ്മതിക്കില്ല, കിടക്കാൻ പാ കൊടുക്കില്ല. എല്ലാവരും അല്ലാട്ടോ, ഓടിപ്പോന്നവരുണ്ട്. അപ്പൊ ചിലര് എന്തിനാണ് പറയുന്നത്? കോളേജിൽ പഠിച്ച കാലത്ത് സ്നേഹം നടിച്ച് സ്നേഹിച്ച് വാഗ്ദാനം കൊടുത്ത് അപ്പനെ അമ്മയും വെറുപ്പിച്ച് കൊണ്ടുവന്ന പലരും വഴിയാധാരായില്ലേ? മനുഷ്യൻ കൊണ്ടുവന്ന പലരും, ഒന്നാന്തര സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പലരെയും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം, കമ്പനിയുടെ MD ആക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെറും പഴംതുണി പോലെ കീറിക്കളഞ്ഞില്ലേ? പലരെയും പല ഉദ്ദേശത്തോടെ മനുഷ്യൻ കൊണ്ടുവന്നു. അവനെ ട്രാപ്പിലാക്കിയപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ട ദൈവത്തെ പറയാം. നീ നിൽക്കുന്ന ആട്ടിൻ തൊഴുത്തിൽ നിന്ന്, നീ കിടക്കുന്ന പഴയ മിസ്രയീമിൽ നിന്ന്, നീ ചെയ്യുന്ന തള്ളയാടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന്, നീ ചെയ്യുന്ന മീൻപിടുത്തത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതികേട് തുടങ്ങുകയല്ല. സ്വർഗം കൊണ്ടുവന്ന ആരെയും അവൻ പട്ടിണി കടത്തിയിട്ടില്ല. ദൈവം കൊണ്ടുവന്ന ആരെയും അവൻ നഗ്നരാക്കിയിട്ടില്ല. ദൈവം കൊണ്ടുവന്ന ആരെയും അവൻ വാടിപ്പോകാൻ സമ്മതിച്ചിട്ടില്ല. ഈ മുന്തിരിവള്ളിയോട് ചോദിക്കുക, 80-ാം സങ്കീർത്തനത്തിൽ മുന്തിരിവള്ളിയോട് ചോദിക്കുക. മുന്തിരിവള്ളി പറയും, എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ അടുക്കളപ്പുറത്ത് ജാതി വെച്ചിരിക്കുകയല്ലായിരുന്നു, എനിക്ക് സ്പേസ് ഉണ്ടാക്കി. അതാണ് എഴുതിയിരിക്കുന്നത്, ജാതികളെ നീക്കിയിട്ട് എന്നെ നട്ടു. ഹല്ലേലൂയ. എനിക്ക് തടമെടുത്തു, എനിക്ക് വേലി കെട്ടി, ഞാൻ വളർന്നു, എനിക്ക് സംരക്ഷണം തന്നു, എനിക്ക് ഭാവി ഉണ്ടായി. എന്തെല്ലാം കാര്യ ഈ മുന്തിരിവള്ളിയോട് ചോദിക്കുക. മുന്തിരിവള്ളി സാക്ഷ്യം പറയും. എന്നെ മൈക്ക് തട്ടിപ്പറിച്ച് പറയും, എന്നെ കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. അവൻ കൊണ്ടുവന്നത് എനിക്ക് ദോഷമായില്ല. എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ ദൈവം എന്നെ കളഞ്ഞില്ല. ആദ്യത്തെ ആവേശത്തിന് എന്നെ കൊണ്ടു നടന്നിട്ട് പിന്നെ കാണുന്നതെല്ലാം കുറ്റമാണെന്നും പറഞ്ഞ് എന്നെ ചവിട്ടി തേച്ചില്ല. ജീവിതം പങ്കുവെക്കാൻ എൻ്റെ കൂടെ ചേർന്ന പലരും എന്നെ കൊണ്ടുവന്നിട്ട് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ സങ്കടം ഒരുപക്ഷെ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ തീ കൊണ്ട് ബാഷ്പീകരിച്ചു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്വർഗം പറയുന്നു, ഞാൻ കൊണ്ടുവന്ന ഒരാളെ തകർത്ത് കളഞ്ഞിട്ടില്ല. എൻ്റെ ഉപദേശം കേട്ടവരെ, എൻ്റെ വഴിയിൽ നടന്നവരെ, എൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരെ, എന്നോട് മറുതലിക്കാതെ നിന്നവരെ, എന്നെ സ്നേഹിച്ചവരെ, അവരെ ആരെയും ഞാൻ ഇലവാടിയ വൃക്ഷമായി, വേരറ്റ വൃക്ഷമായി ഒതുക്കി കളഞ്ഞിട്ടില്ല. അവര് വേരൂന്നി, അവർക്ക് സ്പേസ് ഉണ്ടായി. ജാതികളെ നീക്കി നിന്നെ അവിടെ നട്ടു, ഫലം കായ്ച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ എൻ്റെ ദൈവമക്കളെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ 3-ാം ദിവസം സ്വർഗം എന്നോട് ഇന്നലെ ഉച്ച മുതൽ പറയാൻ തുടങ്ങിയ വാക്കുകളാണ്. സ്തോത്രം. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. അടിമനുഖത്തിൽ നിന്ന് വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിൽ നിന്ന് സമുന്നതരുടെ നിരയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു, എന്നെ അനുസരിച്ച് എൻ്റെ ഉപദേശം കേട്ട് എൻ്റെ വാക്കുകൾക്ക് വിശ്വാസം കൽപ്പിച്ച് പാപവഴികളെ വിട്ട് തിരിഞ്ഞ ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നീ തീരുമാനിച്ചാൽ നിന്നെ വിട്ടു തരത്തിൽ നിന്ന് വാദിക്കുന്നവൻ്റെ പാളയത്തിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ടുവരാം.
നിന്റെ മക്കളെ നിന്നെ കാണാൻ പോലും സമ്മതിക്കാതെ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ ഞാൻ തുറക്കാം. അതിന്റെ ഓടാമ്പലുകളെ ഞാൻ മുറിക്കാം. ഹല്ലേലൂയ. നിന്നെ ഞാൻ മടക്കി വരുത്താം. നീ എന്നെ അനുസരിക്കുക, എന്നെ വിശ്വസിക്കുക. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ വിശ്വാസമുണ്ട് കർത്താവ് ഇടപെടുന്നുണ്ടെന്ന്? ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് വരുത്തി ദൈവം നോക്കി വെച്ച, ദൈവം കണ്ടെത്തിയ, ദൈവം തെരഞ്ഞെടുത്തവനെ ചേട്ടന്മാർ വിലക്കിയാലും മുൻ രാജാക്കന്മാർ ഒതുക്കാൻ നോക്കിയാലും ഞാൻ നിന്നെ വരുത്തുന്ന ദിവസങ്ങളാണ്. ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്പേസിലേക്ക്, ഞാൻ നോക്കി വെച്ച സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നടാൻ പോവുക. നിന്നെ സെറ്റിൽ ചെയ്യാൻ പോവുക. നിന്നെ വളർത്താൻ പോവുക. നിന്റെ വേര് പിടിക്കാൻ പോവുക. നിനക്ക് വേലി കെട്ടാൻ പോവുക. നീ കായ്ച്ചു ഫലം കായ്ക്കാൻ പോവുക. ദൈവം അത് ചെയ്യാൻ പോവുക. ദൈവം വരുത്താൻ പോവുക. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിന്റെ വരിയോടെ പാടി ചേർന്ന് ആരാധിച്ചു കഴിയുമ്പോൾ കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ച് സെഷൻ അവസാനിപ്പിച്ചോളും. എഴുന്നേറ്റ് നിൽക്കാൻ ശാരീരിക ബലമുള്ളവർ വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നിൽക്കുക. ഏതെങ്കിലും ജോലി സ്ഥലത്ത്, സ്ഥാപനത്തിൽ കഷ്ടം സഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പറ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം കർത്താവേ, ഞാൻ മടുത്തു. ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ചേർന്ന് പാടിക്കോ. കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചോളും. ചേർന്ന് പാടിക്കോ സന്തോഷത്തോടെ. ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. ചേർന്ന് പാടി ദൈവത്തിന് നന്ദി കരയറ്റി സ്തോത്രം ചെയ്തോ. പരിശുദ്ധാത്മാവ് ബാക്കി പ്രവർത്തിച്ചോളും. ദൂത് നിങ്ങൾക്കുള്ളതാണ്. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അരമനയിലേക്ക് വരുത്തുന്ന ദൈവത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്ത് പാടി ആരാധിക്കാൻ ബാക്കി ദൈവം ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം.